Hi friends, welcome back to another video of Innovation Factory. Hope all are good. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബി ലവ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് ഈ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പല ആളുകളും ബി ലവ് ഡെഡായി എന്ന് വരെ വിചാരിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. ബി ലവിനെ കുറിച്ച് കേട്ടാൽ തന്നെ അതൊരു സ്കാം ആണെന്ന് പറയുന്ന പല ആളുകളുണ്ടായിരിക്കും. എനിവേ, പല ആളുകൾക്കും പല രീതിയിലുള്ള എന്താ പറയുക തോട്ട്സുകൾ വെക്കാനായിട്ടുള്ള എല്ലാ അവസരമുണ്ട്. ബട്ട് കമ്പനിയുടെ ആ ഒരു റോഡ് മാപ്പോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബി ലവിൻ്റെ സ്റ്റേക്കിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ആ ഒരു ബി ലവിൻ്റെ എന്താ പറയുക റിവാർഡ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബി ലവ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറയുന്ന ബി ലവ് ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ ഐഫോണിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐഫോണിൽ അപ്ഡേഷൻ വന്നിട്ടില്ല. യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. ബട്ട് പ്ലേ സ്റ്റോറിൽ, കാരണം അത് വരാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. നമുക്കറിയാം, ഇതിൽ ഓരോ ദിവസം അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഐഫോണിൽ ഒരു അപ്ഡേഷൻ അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഏകദേശം 15 days എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ബട്ട് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ബി ലവിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബി ലവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചിഹ്നമായിട്ടുള്ള ബി ലവ് നെറ്റ്വർക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബി ലവ് ഡാപ്പിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾക്ക് OTP ഇമെയിലിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾക്കത് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആയിട്ട് കാണിക്കും. അത് ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് ഡെയിലി വരുന്ന റിവാർഡ്സ്, അപ്പോൾ നിങ്ങൾ 1 ലക്ഷം കോയിനാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 5% പെർ മന്ത് കമ്പനി തരുന്നത്. സോ ദാറ്റ് മീൻസ് ആ 5% 5% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5,000 അല്ലേ? 1 ലക്ഷം കോയിൻ, അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 5,000. ഇതിനെ 30 ഡേയ്സിലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് 166.6 കോയിൻസ് ആയിരിക്കും നിങ്ങൾക്ക് പെർ ഡേ വരുന്നുണ്ടായിരിക്കുക. മാത്രമല്ല, ഒരു ഗുഡ് ന്യൂസ്, ഇതിപ്പോൾ നമുക്ക് ബി ലവിൻ്റെ യൂട്ടിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, വളരെ പോപ്പുലർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇവരെ തന്നെ എക്സ്ചേഞ്ച് ഓൺ അല്ലേ? അപ്പോൾ ആ എക്സ്ചേഞ്ച് ഓണിൽ നമുക്കിവിടെ വേൾഡ് ഫസ്റ്റ് ആർബിട്രേജ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നമുക്ക് യൂട്ടിലിറ്റി ആയിട്ട് ഇവിടെ വരികയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസ് $20 വർത്തായിട്ട് ഉള്ള എന്താ പറയുക $20 വർത്തായിട്ടുള്ള ബി ലവ് കോയിൻസ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് 667 കോയിനാണ് ഇപ്പോഴത്തെ റേറ്റിൽ നമുക്ക്, എന്ന് വെച്ചാൽ 2.7 എന്നുള്ള റേറ്റിലാണ് കമ്പനി ഈ ഒരു നിലവിൽ ഇതിൻ്റെ റേറ്റ് കാണുന്നത്. അപ്പോൾ കമ്പനി തന്നെ അത് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 667 കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ $20 വർത്തായി. പിന്നെ $101 എന്താ പറയുക പാക്കേജ് എടുത്ത്, അങ്ങനെ 120 പാക്കേജ് എടുത്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇവിടെ നമ്മുടെ ബി ലവ് കോയിനെ ക്യാഷ് ഔട്ട് ആക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ പോയി സ്കാമായി അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ള ആ ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. കമ്പനി കുറച്ച് സമയം എടുത്തിട്ടുണ്ട് അല്ലേ? എന്നിരുന്നാലും കമ്പനി അത് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നിലവിലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,80,000 സബ്സ്ക്രിപ്ഷൻസ് ആണ് നിലവിൽ നമ്മുടെ എക്സ്ചേഞ്ച് ഓണിൽ ഈ കഴിഞ്ഞ 4 മാസമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു റാൻഡം ഫിഗർ നമ്മൾ മാക്സിമം കുറച്ചായിട്ട് തന്നെ കണക്ക് വെക്കുക. ഒരു 5,000 പേര് പുതിയതായിട്ട് ഈ ഐഡിയ അടിക്കുന്ന സമയത്ത് ഞാനടക്കം നമ്മൾ എന്ത് ചെയ്യുന്നു? $20 ബി ലവ് നമ്മുടെ കയ്യിലുള്ള ബി ലവ് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അല്ലേ? അപ്പോൾ ഒരു ദിവസം തന്നെ 5,000 × 20 എന്ന് പറഞ്ഞാൽ $1 ലക്ഷം. $1 ലക്ഷം കമ്പനി ഇത് ക്യാഷ് ഔട്ട് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ദിവസത്തെ കണക്കാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ പല ആളുകളും നമുക്ക് ഈ എക്സ്ചേഞ്ച് ഓണിലേക്ക് വരാത്ത ആളുകളുണ്ട്. നോ പ്രോബ്ലം, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു യു. നമുക്ക് എന്നാണ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ വരാനുള്ള അവസരമുണ്ട്. ബട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ബി ലവ് കോയിൻ നമുക്ക് ഇവിടെ ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ കമ്മിറ്റ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ കോയിൻ എന്നാണോ ലിസ്റ്റ് ചെയ്യുന്നത്? ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എന്നാണോ കമ്പനി തീരുമാനിക്കുന്നത്? August 15th പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ
ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ കമ്പനി ചെയ്യുകയോ ചെയ്യില്ല നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഇപ്പം ആരും ഇതേപോലെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും കമ്പനിക്കും അതേപോലുള്ള ആ ഒരു കറക്റ്റ് ടൈമിലേക്ക് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. റൈറ്റ് ഓർ നോട്ട്? അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി വേണം, എക്സ്ചേഞ്ച് എന്നുള്ള പ്രൊജക്റ്റ് വളരെ നല്ല രീതിയിൽ പോകണം, എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എക്സ്ചേഞ്ച് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇൻഫർമേഷൻസ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളതാണ്, എൻ്റെ നോളജ് ഷെയർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ പല ഗ്രൂപ്പിൽ നിന്നും അതല്ലെങ്കിൽ കമ്പനിയുടെ ഒഫീഷ്യൽ മീറ്റിംഗ്സ്, യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ അതർ മീഡിയാസിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അത് പറഞ്ഞു എന്നുള്ളതാണുള്ളത്. ബാക്കി നിങ്ങളുടെ എന്താ പറയുക ഓൺ ഡിസിഷൻ എടുത്ത് നിങ്ങൾക്ക് എക്സ്ചേഞ്ചുകളിൽ വരാം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബട്ട് നിങ്ങളുടെ കോയിൻസ് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി തന്നിട്ടുണ്ട്. ഇനി ഓഗസ്റ്റ് 15 കൂടി കമ്പനി പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള പ്രൊജക്റ്റുകൾ, മേ ബി 2, 3, 4 പ്രൊജക്റ്റുകൾ ലൈവ് ആവുന്നതായിരിക്കും. മാത്രമല്ല ഈ കോയിനെ ലിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ കോൺട്രാക്റ്റും നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ബിലവിനെ പുതിയ കോൺട്രാക്ട് അഡ്രസ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ കോയിനെ ക്യാഷ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ലൈവ് ആയിരിക്കണം, എന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, യു ഡു ഇറ്റ് ഓർ നോട്ട്, ബട്ട് നമുക്ക് ആക്റ്റീവ് ആയിരിക്കണം. കണ്ടില്ല, BFIC പ്രൂഫ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, POD, ലോകത്ത് ആദ്യമായിട്ട് പ്രൂഫ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ബ്ലോക്ക് ചെയിനിലേക്ക് നമ്മുടെ BFIC ബ്ലോക്ക് ചെയിൻ മാറിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ BFIC മെയിൻ നെറ്റ്, ചെയിൻ ID, സിമ്പിള്, URL ഇതൊക്കെ മാറിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ B11 പുതിയ സ്മാർട്ട് കോൺട്രാക്റ്റും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മെറ്റാമാസ്കിൽ നിങ്ങളുടെ ഈ ഒരു BFIC ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യുക. മാത്രമല്ല ബിലോ ടോക്കൻ്റെ കോൺടാക്ട് അഡ്രസ് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കോയിൻസ് നിങ്ങളുടെ പ്രൈവറ്റ് കീ അവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്രയാണോ കോയിൻസുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കാണാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞെന്നാണ്. നിങ്ങൾ ഇവിടുന്ന് വിഡ്രോ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ, വിഡ്രോ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് അവിടെ ബിലോ നെറ്റ്വർക്കിൽ തന്നെ ഇരുന്നോട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തിട്ട് അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ്സിലേക്ക് ആയിരിക്കും, ഈ ഒരു ബിലോ പുതിയ കോൺടാക്ട് അഡ്രസ്സിലേക്ക് ആയിരിക്കണം നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. പഴയ അഡ്രസ്സിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലൈനായിട്ട് കോൺടാക്ട് ചെയ്യുക. ആരാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ബിലവ് ഇപ്പോഴും ലൈവ് ആണ്. കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിലും കമ്പനി അവരുടെ കമ്മിറ്റ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫുൾഫിൽ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലേക്ക്, ബിലോവിൻ്റെ ഹോൾഡേഴ്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.